ഹലോ ഗൈസ്, നമ്മളിന്ന് ഗ്രാനി ചാപ്റ്റർ 2 ആണ് ഗൈസ് കളിക്കാൻ പോണേ. നമുക്കെന്തായാലും ഈസി എടുക്കാം ഗൈസ്, ഈസി മതി. പിന്നെ ഗ്രാൻഡ് പോ മാത്രം ആയിക്കോട്ടെ. ഈ കളി നമുക്ക് അത്ര കളിക്കാൻ വെയ്ക്ക് ഉണ്ടാവില്ല. രണ്ടാളും വെച്ച് ഒപ്പം കളിക്കുമ്പോൾ വെയ്ക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഒരാൾ. അടുത്ത കളി നമുക്ക് ഒന്നും കൂടി ഈ കളി ഡെവലപ്പ് ആയാൽ അടുത്ത കളി നമുക്ക് രണ്ടാളെയും വെച്ച് കളിക്കാം ഗൈസ്. ഇതിൽ ഞാൻ കേട്ടത് വെച്ച് ഗൈസ് 2 തരം എസ്കേപ്പ് ഉണ്ട്. ഒന്ന് ഏതോ ഹെലികോപ്റ്റർ എസ്കേപ്പ്, ഒന്ന് എന്തോ ബോട്ട് എസ്കേപ്പോ അങ്ങനെ എന്തോ ആണ്. ഞാനിപ്പോൾ ഇല്ല, ഈ വന്നിട്ടില്ല തോന്നുന്നു ഗൈസ്. വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പാടാവും. നമ്മൾ വെറുതെ പോയി നിൽക്കി ഒരു കാര്യമില്ല. അയ്യോ ഗൈസ്, ഗ്രാൻഡ് അയ്യോ ചെങ്ങായി എല്ലായിടത്തും ഉണ്ടല്ലോ ഗൈസ്. ആ വരുന്നു ഗൈസ്, പോയിന്ന് തോന്നുന്നു. നമുക്ക് നെയ്ച്ചു നോക്കാം ഗൈസ്. എന്തായാലും പോയിന്ന് തോന്നുന്നു ഗൈസ്, നെയ്ച്ചു നോക്കാം. ആ പോയിക്കണ് ഗൈസ്, കാണാനില്ല ഇവിടെ ഒന്നും ഗൈസ്. ഇവിടെ ഹാൻഡ് വീലും ആണ് കേട്ടോ, ഹാൻഡ് വീൽ. ഇവിടെ ഒന്നും കാണാനില്ല. ഇനി വരുമോ? ഡോഗ് ടാപ്പ് കിട്ടി ഗൈസ്. ഡോഗ് ടാപ്പ് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ബോട്ട് എസ്കേപ്പുള്ള ആവശ്യമുണ്ടോ അറിയില്ല കേട്ടോ. അടിയിൽ പോയി നോക്കണം നമുക്ക് എന്തായാലും. യെസ്, ഹെലികോപ്റ്റർ കിട്ടി ഗൈസ്. ബോട്ട് കിട്ടി, മെയിൻ സാധനം കിട്ടി ഗൈസ്. എസ്കേപ്പ് ചെയ്യാനുള്ള മെയിൻ സാധനം കിട്ടിയിരിക്കണേ. നമുക്ക് അവിടെ നിന്ന് എടുക്കാം. ഒക്കെ ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചോ ഗൈസ്, കാണാതാവില്ലല്ലോ. ഒക്കെ ഒരു സ്ഥലത്ത് കൂട്ടി വെക്കാം. അമ്മേ, അയ്യോ ഗൈസ്, എൻ്റെ റിഫ്ലക്ഷൻ കണ്ടോ നിങ്ങൾ? കാരണം ജസ്റ്റ് മിസ്സിന് ഗൈസ്, ജസ്റ്റ് മിസ്സിനാണ് ആ പോയത്. ജസ്റ്റ് മിസ്സ്. പിടിച്ചിരുന്നെങ്കിൽ ഗൈസ് നമ്മളെ ഡേ 2 ആവാനായി. ഡേ 2 ആയിരുന്നു. എന്തൊക്കെയാണ് ഞാൻ പറയണേ. ഓക്കെ, ബോട്ടിക്ക് അവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഗ്ലാസ് ഫ്യൂസ് എന്താണ്? ഗ്ലാസ് ഫ്യൂസ് ആണോ ഗൈസ്? അവിടെ എന്തോ സാധനം അവിടെ ഇരിക്കുന്നുണ്ട്, എന്തോ മനസ്സിലായില്ല ഗൈസ്. സ്റ്റൺ ഗൺ കിട്ടി. ഓ, ഇത് വെച്ചിട്ട് ഗ്രാൻഡ് പ്ര അടിക്കട്ടോ ഗൈസ്. ഷൂട്ട് എന്നുള്ള വട്ടം ഉണ്ട്. അങ്ങനെയല്ലല്ലോ, അങ്ങനെയാണല്ലോ ഞാൻ ഉദ്ദേശിച്ചത്. സ്റ്റൺ ഗണ്ണ് എന്ന് പറഞ്ഞാൽ സ്റ്റണ്ണ് ചെയ്യാനുള്ളതായിരിക്കും. ചിലപ്പോൾ ഫ്രീസായി നിൽക്കും. അല്ല, ഷോക്ക് അടിക്കും. ഷോക്കിൻ്റെ ചിഹ്നം, ഷോക്ക് അടിക്കേക്കും ഗൈസ്. പോകുന്നുണ്ട്. ഓ ഗൈസ്, ഗ്രാൻഡ് പനെ വടിയാക്കി ഞാൻ. അയ്യോ ഗ്രാൻഡ് പൻ്റെ കഴുത്തിലെന്തോ തൂങ്ങിയെടുക്കുന്നുണ്ട് ഗൈസ്. നമുക്ക് എടുക്കണം. എന്തോ കീയാണ് തോന്നുന്നത്. സെക്യൂരിറ്റി കീ. വാവ് ഗൈസ്, സെക്യൂരിറ്റി കീ കിട്ടിയിട്ടുണ്ട്. നമുക്ക് സെക്യൂരിറ്റി ഡോർ തുറക്കാം ഗൈസ്. ഒന്നും ആരും ഇല്ലല്ലോ. അയ്യോ, ഡോർ ഹാൻഡിൽ വെച്ചിട്ട് എന്ത് ഉപകാരം? ഡോർ ഹാൻഡിൽ പറഞ്ഞാൽ അല്ല ഗൈസ്, ഇതിൽ 3 എസ്കേപ്പ് ഉണ്ട്. ഒരു ഡോർ എസ്കേപ്പ് ഉണ്ട് കേട്ടോ ഗൈസ്. എനിക്ക് തെറ്റിയതാണ്, സോറി. 3 എസ്കേപ്പ് ഉണ്ട് ഇതിൽ ഓൾറെഡി. ഞാനിങ്ങനെ ആലോചിച്ചു ഡോർ ഹാൻഡിൽ അപ്പോൾ ഡോർ എസ്കേപ്പിന് വേണ്ടിയിട്ടുള്ള. പക്ഷെ നമ്മളെ ലക്ഷ്യം ബോട്ട് എസ്കേപ്പ് ആട്ടോ ഗൈസ്. അടുത്തത് നമുക്ക് വേണമെങ്കിൽ ഡോർ എസ്കേപ്പ് ആണോ അതോ ഹെലികോപ്റ്റർ എസ്കേപ്പ് ആണോ നിങ്ങൾ തീരുമാനിക്കുക. കമൻറ്റ് ചെയ്ത് പറയും കേട്ടോ ഗൈസ്. ഫ്രഞ്ച് ഉണ്ട് അവിടെ. ഫ്രഞ്ച് വെച്ചിട്ട് എന്തുവാ, ഹെലികോപ്റ്റർ മാനുവൽ, അതൊക്കെ ഹെലികോപ്റ്റർ എസ്കേപ്പിനുള്ള തോന്നുന്നു ഗൈസ്. അപ്പോൾ അത് നമുക്ക് മനസ്സിലായി ഈ കളിയിൽ. അത്രയും ഉപകാരം. ഓക്കെ, ഇവിടെ എന്താ? ആ ഗൈസ്, ഞാൻ ഏതൊരു യൂട്യൂബിൽ അല്ലെങ്കിൽ ഷോർട്സിൽ കണ്ടിരുന്നു. അതിനെ കൊന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അതിനെന്തോ മീറ്റ് എന്തോ പോയി കൊടുക്കണം. പക്ഷെ നമുക്ക് കൊല്ലണമല്ലേ എളുപ്പം ഗൈസ്. ഇവിടെ ഒന്നുമില്ലല്ലോ ഗൈസ്. ഇത് തുറക്കാറ്റും. തുറക്കാറ്റും ഗൈസ്. അയ്യോ, ഒന്നും കാണില്ലല്ലോ ഗൈസ്. ഒന്നുമില്ലേ ഇവിടെ ഒന്നും
ഗൈസ് ഇതിൻ്റെ ഉള്ളിലൊന്നും ഇല്ല കേട്ടോ. ഫ്രഞ്ച് കിട്ടി. അയ്യോ ഫ്രഞ്ചൊന്നും എടുക്കാത്തേ ഗൈസ്. അവിടെ അടിയിൽ ഫ്രഞ്ച് വേണമെന്ന് പറഞ്ഞിരുന്നു. അടിയിൽ വെച്ചാൽ നമ്മളിപ്പോൾ പോയ സ്ഥലത്തില്ല, അവിടെ ഫ്രഞ്ച് വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമുക്ക് അവിടെ ഫ്രഞ്ച് വെച്ച് നോക്കാം. ഈ തൊണ്ടവേനയാണ്, നോക്കണ്ട. ഫ്രഞ്ച് വെച്ചിട്ട് നമുക്ക് ഊരി നോക്കാം. പിക്ചർ പീസ് കിട്ടി ഗൈസ്. ഓ ഗൈസ് ഫ്രഞ്ച് വെച്ച് ഉപയോഗിച്ചപ്പോൾ അവിടുത്തെ വെള്ളം പോയി ഗൈസ്. നമുക്ക് അങ്ങോട്ട് കടക്കാൻ തോന്നുന്നു. ആ വെള്ളത്തിൽ പോയി എന്താ നമ്മൾ മുങ്ങി മരിക്കുമോ? ഇല്ല ഗൈസ്. ഗ്രാൻഡ് പാ അയ്യോ ജസ്റ്റ് മിസ്സാ ഗൈസ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ജസ്റ്റ് മിസ്സിനാണ് പോയത്. ഭാഗ്യമുണ്ട് ഗൈസ്, ഈ കളി നമുക്ക് നല്ല ഭാഗ്യമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അയ്യോ ഗ്രാൻഡ് പാ പിന്നാലെ തന്നെ ഉണ്ടല്ലോ ഗൈസ്. നമുക്ക് മേലെ പോയി സ്റ്റൺ ഗൺ എടുത്ത് പൊട്ടിക്കുക ഗൈസ്. ഗ്രാൻഡ് പാൻ്റെ വേഗം പോവാം ഗൈസ്. ഒന്ന് നടക്കടി. അയ്യോ ഓക്കെ സ്റ്റൺ ഗൺ ഇതാ കിട്ടി ഗൈസ്. അടിക്കൂ നോക്കി കിട്ടി. കാരണം ഇവിടെ കുറേ സാധനം ഞാൻ ഇട്ടിക്കണേ. ഇവിടെ തന്നെ ഒക്കെ ഞാൻ കൂട്ടിയിട്ടാണ് ഗൈസ്, കാരണം ഒന്നും കാണാതാണ് വിചാരിച്ചിട്ട്. ഗ്രാൻഡ് പാ വരുന്നുണ്ടോ? ഓ ഗ്രാൻഡ് പാക്കും നല്ല ഭാഗ്യമുണ്ട് ഗൈസ്. എൻ്റെ അടുത്ത് സ്റ്റൺ ഗണ്ണ് കിട്ടി, അപ്പോൾ തന്നെ എൻ്റെ അടുത്ത് എത്തി. അവിടെ ഇരിക്കട്ടെ, ആവശ്യമുണ്ടാവും. അടിയിൽ നമ്മളിവിടെ ഒരു ക്രൗ ബാർ ഉണ്ടായിരുന്നു ഗൈസ്. ക്രൗ ബാർ വെച്ചിട്ട് അത് കുത്തി പൊളിക്കണം. ആ ബോക്സ് പൊളിക്കണം. എന്നിട്ട് പിന്നെ അടിയിലുള്ള ഒരു ബോക്സും ഞാൻ കണ്ടിരുന്നു കളിക്കാൻ ഇറങ്ങിയപ്പോൾ. ഡേ 1 ആയി ഇറങ്ങിയപ്പോൾ തന്നെ കണ്ടിരുന്നു. കട്ടിങ് ചെയിൻ കട്ടർ ഇട്ട് ഇനി അടിയിലൊന്ന് പോയി നോക്കി നമുക്ക് ആ ബോക്സ് തുറക്കാം ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ അടിയിലെത്തി. ഇത് തുറന്നിട്ടുണ്ട്, കുറച്ച് കട്ട് ചെയ്തിട്ട് ഗൈസ്. എന്താ അവിടെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. നമ്മൾ ക്രൗബാർ എടുത്ത് അടിയിലേക്ക് വന്ന് പെട്ടി തുറന്ന് തന്നെ, വേറെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായില്ല. ഇത് നിങ്ങൾക്ക് ബോറടിക്കണ്ടല്ലോ വിചാരിച്ചത്. ഇത് കുറേ നേരമായി ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇത് നല്ല പണിയാണ്, ഇത് വീഡിയോ ഇടാൻ. അങ്ങനെ കുറേ നേരമായി, അതുകൊണ്ടാണ് കുറച്ചൊക്കെ കട്ട് ചെയ്യണത് ഗൈസ്. ഒന്നും തോന്നരുത്, നിങ്ങൾക്ക് ബോറടിക്കണ്ട വിചാരിച്ചിട്ടാണ്. അയ്യോ ഒരു പ്രാച്ചീൻ്റെ ഫോട്ടോ ഗൈസ്, ഗ്രാനീൻ്റെ ഫോട്ടോ ഉണ്ട്. സ്റ്റൺ ഗൺ എടുക്കുക. ഗ്രാൻഡ് പാക്ക് നീക്കാനുള്ള സമയം ആയിക്കണം. ഇല്ലേ ഗ്രാൻഡ് പാ നീച്ചിട്ടില്ല ഇതുവരെയായിട്ടും. അതിനിപ്പോൾ നമ്മൾ ഉറക്കിയിട്ടല്ലോ ഗൈസ്. ഇത്ര എളുപ്പമൊന്നും വരുന്നുണ്ടാവില്ല. 2 മിനിറ്റാണ് ഗൈസ് ഗ്രാൻഡ് പാൻ്റെ ഗ്രാനീൻ്റെ സമയം. ഇത് അപ്പുറത്തെ സൈഡിൽ നിന്ന് ബ്ലോക്കടാ ഗൈസ്, നമുക്ക് കാര്യമില്ല. നമുക്കെന്തായാലും ആ ചുവന്ന ബട്ടൺക്ക് നമ്മൾ ഈ ഒരു സ്റ്റൺ ഗണ്ണിൻ്റെ ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത് തുറക്കും, അടിയത്തെ ഡോറ് തുറക്കും. അതായത് ഇതിൻ്റെ നേരെ അടിയത്തട്ടാ. ഇത് ഞാൻ ഇതാ ഉദ്ദേശിച്ചത്. ഇവിടെ ഗൈസ് ചെയിൻ കട്ടർ വേണം. അപ്പോൾ ഗൈസ് നമ്മൾ അടിയിൽ നിന്ന് ചെയിൻ കട്ടർ എടുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ തുറന്ന് അയ്യോ എന്തോ ഒരു സാധനം, എന്തോ ജീവി ഗൈസ് ചാടി പെട്ടിൻ്റെ ഉള്ളിൽ നിന്ന്, എന്തോ ശവം. സ്റ്റിയറിംഗ് ആണ് കിട്ടിയത് ഗൈസ്. അത് ഉപകാരമുള്ള തന്നെയാണ്. അതാണ് വേണ്ടത് ബോട്ട് ഓടിക്കാനുള്ളത്. ഗ്രാൻഡ് പാ ഒന്ന് ഗൈസ്. ഇതിൻ്റെ ടൈമിംഗ് ഒന്ന് നിങ്ങൾ റേറ്റ് ചെയ്യണം കേട്ടോ, പ്ലീസ് കമൻറ്റ് റേറ്റ് ചെയ്യും ഇതിൻ്റെ ടൈമിംഗ് ഒന്ന്. അമ്മാല് ടൈമിംഗ് അല്ലേ എൻ്റെ. ഗ്രാൻഡ് പാൻ്റെ മൂട്ടി തന്നെ ചാടി കൊടുത്തു ഗൈസ്. പിന്നെ ഗ്രാൻഡ് പാക്ക് ചെവിയും കേൾക്കാത്തതുകൊണ്ട് കുഴപ്പമില്ല ഗൈസ്. പോയി യെസ്. സ്റ്റൺ ഗണ്ണ് ഇതിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്, നിങ്ങൾക്ക് തിളങ്ങണ കാണാം. അടുത്ത് എന്തായാലും അയ്യോ വരുന്നുണ്ടോ? ഇല്ല ഗൈസ്. എന്നാ പിടിച്ചോ. ഗ്രാൻഡ് പാൻ്റെ പണിയാണ് കഴിച്ചിട്ടുണ്ട് ഗൈസ്. കട്ടപ്പനായി ഗൈസ്. ഞാൻ പുറകിൽ നിന്ന് കുട്ടി കട്ടപ്പൻ ഗൈസ്. ഇനി നമുക്ക് മേലെ പോയിട്ട് പിക്ചർ പീസ് ഫുള്ളാക്കാം. പിക്ചർ പീസ് ഞാൻ അവിടെ കണ്ടിരുന്നു, ഇത് ഫുള്ളാക്കാളെ. അങ്ങനെ ഫുള്ളാക്കിയിട്ടുണ്ട് ഗൈസ്. കട്ട് ചെയ്താ കേട്ടോ ഗൈസ്. നമ്മളിങ്ങനെ അടിയിന്നും മേലെന്നും അല്ല അടിയിന്നും പിന്നെ ആ മറ്റേ ജീവിയുള്ള അടിയിൽ നിന്നൊക്കെ എടുത്ത് തുറന്നാണ് ഗൈസ്. അപ്പോൾ ഫുള്ളാക്കി ഞാൻ. അത് കട്ട് ചെയ്താണ് അവിടുന്ന് കുറേ നോക്കിയിട്ട് എടുത്തത്. അതുകൊണ്ട് വെറുതെ നീറടിപ്പിക്കണ്ടല്ലോ വിചാരിച്ചിട്ടാണ്.
ഇവിടെ വെപ്പൺ യൂസ് ചെയ്യുക. ഇവിടെ വെപ്പൺ കീ ഉണ്ടായിരുന്നു. നമ്മൾ അടിയിലേക്ക് പോയപ്പോൾ വെറുതെ ആ പിയാനൊക്കെ ഒന്ന് വായിച്ച് അതൊക്കെ ഒന്ന് നോക്കി. അപ്പോൾ ഇതാണ് തുറന്നീന്ന്. ഇത് നേരത്തെ ഇത് പടഞ്ഞതാണ്. അപ്പം ഞാൻ അതിൻ്റെ അടിയിലേക്ക് പോയൊക്കെയപ്പോൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടാവും നോക്കിയാൽ. സുങ്കുടു വാടാ, ചുക്കുടു വരുന്നേയല്ലോ ഗൈസ്. ഇതിനെ കൊന്നാലാണ് അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാറ്റുള്ളൂ. ഇത് ഭയങ്കര സീന ഗൈസ്. ഇത് നമ്മളെ കടിച്ചിടും. വരുന്നേയല്ലോ ഗൈസ്. ഗ്രാൻഡ് പാ വരുന്നേ ഗൈസ്. ഗ്രാൻഡ് പാൻ ഒന്ന് ഗ്രാൻഡ് പാന് പൊട്ടിച്ച്, നല്ല കുട്ടികൾ ഒട്ടിച്ച്. ഓ, ഓനും തീർത്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ സേഫ് കീ ഗൈസ്. സേഫ് കീ വെച്ച് നമുക്ക് എവിടെയായിരുന്നു? നമ്മൾ മറ്റേ സ്ഥലത്ത് ഗൈസ്. നമ്മൾ നേരത്തെ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ കുറേ ഇത് ഷെൽഫില്ലേ, ഷെൽഫ് എന്താവോ അത് തുറന്നു നോക്കിയില്ല. അവിടെ എന്താ ഇവിടെ ഗ്യാസ് ഓയിൽ കിട്ടി ഗൈസ്. ഭാഗ്യമുണ്ട് ഗൈസ്. ഗ്യാസ് ഓയിലും ഒക്കെ ഇവിടെ കൂട്ടിയിട്ടുണ്ട് ഗൈസ്. ഒക്കെ അടിയൊക്കെ കണ്ട് തള്ളിയിട്ട് എന്നാൽ സിമ്പിളായി ഇങ്ങനെ എടുക്കാമല്ലോ. ബുള്ളറ്റ് ഉണ്ട് ഗൈസ് അവിടെ, ഗണ്ണീൻ്റെ ബുള്ളറ്റ്. ഇപ്പോൾ ആവശ്യമില്ല, ഗ്രാൻഡ് പാൻ അടിച്ചിട്ടിങ്ങനെ. ഇനി ഹാൻഡ് വീലും ആണ് ഗൈസ്. ഹാൻഡ് വീല് മേലെ ഉണ്ടാവും എന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മളെ മേലെ ആ പിക്ചർ പീസ് ഫുള്ളാക്കിയിരിക്കണമല്ലോ അല്ലേ ഗൈസ്. അതിൻ്റെ മുന്നേ നമുക്ക് ഗ്ലാസ് ഫ്യൂസ് ഒന്ന് എടുക്കാം. അവിടെ ഗ്ലാസ് ഫ്യൂസ് വേണ്ടിയിരുന്നു എന്നൊക്കെ അറിയാം. കാരണം ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരൻ കളിക്കണ കണ്ടിരുന്നു കുറച്ച് ദിവസം മുന്നേ. കുറേ ദിവസം മുന്നെയാണ് ഗൈസ്, കുറച്ച് ദിവസം മുന്നേ അല്ല. അത് ഇവിടെ എവിടെ യൂസ് ചെയ്യാണ്ടായിരുന്നു. ഓന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ എന്താ ഗൈസ് കൂട്ടിയിട്ടാണ്. ഓ ഗൈസ്, നമ്മൾ ആ കണ്ട സ്ഥലത്ത് ഗണ്ണ് വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് അത് ഫുള്ള് 3 ആക്കി കഴിഞ്ഞാലാണ് തോന്നുന്നത്. കാരണം അവിടെ 3 ചോപ്പുണ്ട്. ആ 3 കറക്റ്റ് കൊള്ളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഡോർ തുറന്നു തരും. അങ്ങനെയാണ്. ഐക്യമാണ് ഗൈസ്, ഐക്യു. എന്തായാലും കണ്ണെടുക്കാം. അവൻ നീച്ചിട്ടില്ല ഗൈസ്. അവനെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ തീരെ നീക്കൂല തോന്നുന്നല്ലേ. അതുകൊണ്ട് ജയിച്ചില്ലേ. അവിടെ മേലെ കൂടിയൊക്കെ നമ്മൾ ചാടി കിടക്കുന്നേ. ഏതാ വൈബ്. ഗ്രാൻഡ് പാ നീച്ചിട്ടില്ലേ ഗൈസ്? ഇല്ലല്ലോ. ഭാഗ്യമുണ്ട്, നീച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഞാൻ നീപ്പിക്കാനും മോണിലേക്ക് അധികം നേരമൊന്നുമില്ല. കോണി കയറുന്നില്ല ഗൈസ്. പിടിക്കില്ലേ കോണി, പൊട്ട കോണി. ഈ കോണി എന്താ എണ്ണ തേച്ച് വെച്ചിക്കണോ ഗൈസ്? അങ്ങോട്ട് കയറാൻ വയ്ക്കില്ല. എന്തായാലും പൊട്ടിച്ചിടാം. എന്താ 3 ഈ 3 നമ്മൾ കറക്റ്റ് ആക്കണം. ഫസ്റ്റത്തെ നമ്മൾ ഫസ്റ്റ് തന്നെ കിട്ടി. അയ്യോ കൊണ്ടില്ല. അയ്യോ എന്താ ഗൈസ്, നമ്മൾ ഒരേ ഒരു ബുള്ളറ്റ് എടുത്തിട്ടല്ലേ കളിച്ച്. അതും കറക്റ്റായി. അയ്യോ അത് കൊണ്ടില്ല ഗൈസ്. അൺലിമിറ്റഡ് ബുള്ളറ്റാട്ടോ ഗൈസ്. എത്ര ബുള്ളറ്റാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് തരുന്നത്? വാവ്. അങ്ങനെ അതും കൊള്ളിച്ച് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഈ ഡോർ തുറക്കുന്നത്. ഇവിടുന്ന് ഗ്ലാസ് ഫ്യൂസ് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, എനിക്ക് തോന്നി. കാരണം ഗ്ലാസ് ഫ്യൂസ് ഇവിടെ തന്നെ ഉപയോഗിക്കാനുള്ളൂ. അവിടെ ഉപയോഗിക്കില്ല, അടിയിലെവിടെ ഉപയോഗിക്കാനില്ല. അതുകൊണ്ടാണ് അത് ഇനി വർക്കാവുമെങ്കിൽ ഗൈസ് എന്ത് സുഖമാണ്. ഗ്രനേഡ്. വാവ് ഗൈസ്, ഗ്രനേഡ് ഇത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അതാണ് ഇവിടെയാണ് ഗൈസ് ഹെലികോപ്റ്റർ എസ്കേപ്പ്. ഓക്കെ ലെറ്റ്സ് ഗോ. അപ്പോൾ അതും മനസ്സിലായി എവിടെയാണെന്ന്. ഹാൻഡ് വീൽ എന്തായാലും എടുക്കാം ഗൈസ്. അതിൻ്റെ മുന്നേ ഗ്രാൻഡ് പാക്ക് ഒരു പണിയാണ് കൊടുക്കാം. ഗ്രാൻഡ് പാ ബൈ ബൈ. അയ്യോ ഗൈസ്, സാധനം മാറിപ്പോയി. ഗ്രാൻഡ് പാൻ്റെ മേലെ കൊണ്ടില്ല ഗൈസ്. നമ്മളാരായി? അയ്യോ ഗ്രാൻഡ് പാ ഗൈസ് നമ്മളെ ചതിച്ചു ഗൈസ്. നമുക്ക് സ്റ്റൺ ഗണ്ണ് വെച്ച് പൂഷ. ബൈ ബൈ ഗ്രാൻഡ് പാ. എൻ്റെ അവസാനത്തെ അടിയാണ്. ഞാൻ പോവുകയാണ്. ടാറ്റാ.
പെഡ്ലോക്കി ഗൈസ്, പെഡ്ലോക്കി ആവശ്യമുണ്ട്, അതങ്ങോട്ട് ഇടാം. ഓക്കെ, നിറയാണ്ട് ബോട്ടിക്ക് അവിടെ കിടക്കണം ഗൈസ്. അതിന് മുന്നേ ഹാൻഡ് വീൽ എടുക്കണം. ഹാൻഡ് വീൽ ആവശ്യമുണ്ട്. ബോട്ടിക്ക് നമുക്ക് പോകുമ്പോഴും എടുക്കാം. ഞാൻ എന്തിനാ ഇങ്ങോട്ടൊക്കെ വരുന്നത് ഗൈസ്, ഒരു കാര്യമില്ല, എന്തിനാന്നൊന്നും അറിയില്ല ഗൈസ്. ഗ്രാൻഡ് എന്തായാലും മായിന് ചോദിച്ചിട്ടുണ്ട് ഗൈസ്, അവനെ ആരോ മായിച്ചു കൊണ്ടുപോയി. അയ്യോ പാവം ഗ്രാൻഡ് ഗൈസ്, നമ്മൾ ചാടിപ്പോയി. ഇതാ പ്രശ്നം ഗൈസ്, എനിക്ക് കോണി ഇറങ്ങാൻ വയ്ക്കില്ല ഈ ഗെയിമിൽ. റിയൽ ലൈഫൊക്കെ ആണെങ്കിൽ എങ്ങനെയെങ്കിലും കോണി ഇറങ്ങാം. ഇതെന്ത് ഗെയിമാണ്? എനിക്ക് തീരെ ഇഷ്ടമല്ലാത്തൊരു കാര്യം ഇത് കോണി ഇറങ്ങലും കയറലുമാണ് ഗൈസ്. അഥവാ ഗ്രാൻഡ് നമ്മളെ ചേസ് ചെയ്യണം, നമ്മൾ കോണി കയറി പോവുകയാണെങ്കിൽ ഞാൻ അടിക്കാൻ ചാടും. അതാണ് പ്രശ്നം. ഇക്കപ്പ വയ്ക്കൂല, അതാ പ്രശ്നം. ഞാൻ എന്ത് ചെയ്യും ഗൈസ്? ഹാൻഡ് വീൽ എന്തായാലും ആദ്യം തന്നെ എടുക്കാം, ഇവിടെ യൂസ് ചെയ്യാനുള്ളതല്ല. അപ്പോൾ ഹാൻഡ് വീൽ ആദ്യം യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ബോട്ടിക്ക് എടുക്കുക, അല്ല ബോട്ട് സ്റ്റിയറിങ് എടുക്കുക ബോട്ടിൻ്റെ, എന്നിട്ട് ഫിറ്റ് ചെയ്യാം. അവിടെ ഫിറ്റ് ചെയ്ത് ഗൈസ്, ഇനി നമുക്ക് ഗ്യാസ് ഓയിലും പെഡ്ലോക്കിയും ബോട്ടിക്ക് ചെയ്യും ഗൈസ്. 3 സാധനം ഞാൻ ഇവിടെ കൂട്ടിയിട്ടാണ് ഗൈസ്. അതുകൊണ്ടാണ് ഇപ്പം മനസ്സിലായില്ല ഗൈസ് അതിന് ഉപകാരം. ഞാനതാണ് കൂട്ടിയിട്ടിക്കണത്. അല്ലെങ്കിൽ അവിടേക്ക് പോകണോ ഇവിടേക്ക് പോകണോ അതൊക്കെയാണ് സീന്. ബെഡ്ലോക്ക് ഇവിടെ തന്നെ ഉണ്ട്, ഇതാ ഇവിടെ തന്നെ. അവിടെ തുറക്കുക, അപ്പോൾ അത് തുറക്കും. കണ്ടോ, ആ ഗേറ്റ് തുറന്ന കണ്ടില്ലേ? അതാണ് ഗൈസ് ഞാൻ പറഞ്ഞ, ആ ഗേറ്റ് തുറക്കും. കാരണം ആ ഒരു ഇതും വെച്ചാലും മാത്രമല്ല തോന്നി, പെൺലോക്കിൻ്റെ ഇതും കൂടി തുറന്നാലാണ് അത് അടിയിലാക്കിയാൽ തന്നെയാണ് അത് തുറക്കുള്ളൂ തോന്നുന്നു. പിന്നെ എന്താ ബോട്ടിക്ക് കാണാനില്ലല്ലോ ഗൈസ്. ഗൈസ് അതിൻ്റെ മണ്ടക്ക് പോയി നിൽക്കുന്നുണ്ട് ബോട്ടിക്ക്. ബോട്ടിക്ക് നമുക്ക് ഇവിടേക്ക് ഇടാം ഗൈസ്, അവിടെ ഇട്ടിരിക്കണം. ഗ്യാസ് ഓയിൽ ക്യാൻ എന്തായാലും എടുത്ത് ഗ്യാസ് ഓയിൽ ക്യാൻ കൊടുത്ത് അങ്ങനെ ഗൈസ് നമ്മൾ എസ്കേപ്പ് ചെയ്യാൻ പോകുന്നു. നിറയണില്ലല്ലോ ഗൈസ്. ഓ നിറഞ്ഞു ഗൈസ് അവസാനം. ഗൈസ് അപ്പോൾ ഗ്രാൻഡ് പെനോടും അല്ല ഗ്രാനില്ലല്ലേ ഗ്രാൻഡ് പെനോടും ബൈ ബൈ, ടാറ്റ ഗൈസ്. അയ്യോ തൊണ്ട അഞ്ചിട്ട് വയ്യ. ഗ്രാൻഡ് പെൻ നിൽക്കണമൊക്കെ ചുക്കുളുവാവാ, പാവം ചെങ്ങായിൻ്റെ കണ്ണ് കണ്ടോ? അയ്യോ പേടിയാണ് ഗൈസ്. ഇതെൻ്റെ നമ്മളെന്തായാലും എസ്കേപ്പ് ആക്കിയിട്ടുണ്ട് ഗൈസ്, ബോട്ട് എസ്കേപ്പ്. അടുത്ത് നിങ്ങൾ രണ്ടിൽ ഒരു എസ്കേപ്പ് ആണ്, ഡോർ എസ്കേപ്പ് ആണോ അതോ ഹെലികോപ്റ്റർ എസ്കേപ്പ് ആണെന്ന് പറയണം. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ഗൈസ്, ടേക്ക് കെയർ.